ഹായ് കൂട്ടുകാരേ, എല്ലാവരും വായോ. ഇന്ന് നമുക്കേ എളുപ്പത്തിൽ നമ്മുടെ കാടമുട്ട വെച്ചിട്ട് ഒരു ബജി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മുട്ട നമുക്ക് എത്രയാണ് വേണ്ടെങ്കിൽ എടുക്കാം. പിന്നെ അതിലേക്ക് കടലമാവ്, ഞാൻ ഇവിടെ ഒരു 2 കയ്യിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതേ കയ്യിലുകൊണ്ട് തന്നെ ഒരു കയ്യിൽ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് മുളക് പൊടി. കാശ്മീരിലുള്ളവർക്ക് കളറിന് വേണ്ടിയിട്ട് അത് ഇടാം. പിന്നെ അല്ലെങ്കിൽ മുളക് പൊടി അതിൻ്റെ എരിവനുസരിച്ചിട്ട് പാകത്തിന് ഇടുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കണത് മഞ്ഞൾപ്പൊടി ഒരു ലേശം കൂട്ടുന്നുണ്ട് കേട്ടോ. ഉപ്പ്, ഒരു നുള്ള് സോഡപ്പൊടി, പിന്നെ ഒരു ലേശം കായപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നേക്കാളും മുമ്പ് നമ്മളതൊന്ന് മാവുകൾ ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഉപ്പും എല്ലാം ആ ഒരു ഇതിൽ വന്നോളും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തന്നെ കട്ട കുത്തിയിട്ട് അത് ശരിക്കും നമുക്ക് മിക്സ് ആവില്ല. അപ്പം നമ്മൾ ആ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കരുത്. അപ്പം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് നമ്മൾക്ക് അതിൻ്റെ പാകം അറിയാലോ. അപ്പോൾ ആ പാകത്തിനനുസരിച്ച് നമ്മൾ ലൂസാക്കി കൊണ്ടുവരിക. അത്ര ഓവർ ലൂസാക്കണ്ട. നമ്മുടെ പഴംപൊരിക്കും ഇതൊക്കെ ബജിയുടെ ഇത് മുക്കിയെടുക്കാനുള്ള പാകം അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മൾ ചെയ്യുക, നമ്മുടെ കാടമുട്ടേനെ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ട് അത് നിങ്ങളുടെ കയ്യിൽ ഏതാ സ്റ്റിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എടുത്തോ. എൻ്റെ കയ്യിൽ അത് ഇറുക്കിലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഇറുക്കിലിമിയാണ് നമ്മുടെ ഈ കാടമുട്ടേനെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ പാൻ വെച്ചു. അതിലേക്ക് ഓയിൽ നല്ലോണം തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ കാടമുട്ടേനെ എടുത്ത് മാവിൽ മുക്കുക. ഇതിൽ വെച്ച് തിരിച്ചും മറിച്ചും വെച്ച് നല്ലോണം മൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഞാനേ മാവ് കുറച്ച് ബാക്കിയുണ്ടായി. അപ്പോൾ ആ മാവ് കുറച്ച് ബാക്കിയുള്ളതിൽ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ സബോള ഉണ്ടല്ലോ, സബോളേനെ റൗണ്ടിൽ അങ്ങോട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ഓരോ റിങ്സ് ഉണ്ടല്ലോ അതിങ്ങോട്ട് എടുത്തിട്ട് ഈ മാവിൽ മുക്കി അതും മൊരിച്ചെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. സബോളര അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നല്ല നൈസ് വേണമല്ലോ. അപ്പോൾ ഈ മാവിൽ മുക്കി നല്ല മൊരിവായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ 2 വിഭവം ഇന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം എടുത്തിട്ടുള്ളത് നല്ല മിളക് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഉള്ളി ചമ്മന്തി ഉണ്ടല്ലോ, സബോളയും വെറുതെ മുളക് പൊടിയും ഇട്ടിട്ട് ഒരു നുള്ള് നമ്മുടെ പുളി അതും കൂട്ടി വെറുതെ അരച്ചതാണ്, മിക്സിയിലിട്ട് അരച്ച് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ സൂപ്പർ ചമ്മന്തിന് ഈ വക സാധനങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അതൊരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും സാധനം പ്ലേറ്റ് കാലിയാക്കിയിട്ടാണ്. 10-25 മുട്ട കൊണ്ട് ഞാൻ ഉണ്ടാക്കി. സാധനം ടപ്പയെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്നെയും എൻ്റെ ഈ കാടമുട്ടയുടെ ബജിയൊക്കെ ഇഷ്ടമായി. എല്ലാവരും ഒന്ന് എന്നും പറയണ പോലെ തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ നിങ്ങളോട്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.